ഓക്കെ, മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്താണ് ICSE സിവിക്സിൻ്റെ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഇതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ എവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത് പ്രൈം മിനിസ്റ്ററുടെ പവറിനെ കുറിച്ചാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്ററുടെ 2 പവർ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഇൻ റിലേഷൻ ടു ദ ക്യാബിനറ്റും പഠിച്ചു, ഇൻ റിലേഷൻ ടു ദ പ്രസിഡൻറ്റും പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ റിലേഷൻ ടു ദ പാർലമെൻ്റ് ആണ്. ഇൻ റിലേഷൻ ടു ദ പാർലമെൻറ്റ് എന്ന് പറയുന്നത്, ആസ് ദ പ്രൈം മിനിസ്റ്റർ ഇസ് എ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ഇൻ ദ ലോക്സഭ, ഹി ഓർ ഷീ സെറ്റ് ടു ബി ദ ലീഡർ ഓഫ് ദ ഹൗസ്. ഓക്കെ, അതായത് ലോക്സഭയുടെ ലോക്സഭയുടെ ഏറ്റവും മെജോറിറ്റി പാർട്ടിയുടെ ലീഡറാണ് ആരാവുന്നത്? പ്രൈം മിനിസ്റ്റർ ആവുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും അവിടുത്തെ ലീഡർ. അതുകൊണ്ട് തന്നെ എന്താണ് പാർലമെൻറ്റിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആർക്കായിരിക്കും? പ്രൈം മിനിസ്റ്റർക്കായിരിക്കും. ഓക്കെ, പാർലമെൻറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതായിരിക്കും പ്രൈം മിനിസ്റ്റർക്കായിരിക്കും. അടുത്ത പോയിന്റ് നോക്കേ. ഹി ഓർ ഷീ മേക്സ് എ പോളിസി സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ദ ഫ്ലോർ ഓഫ് ദ ഹൗസ്. ഹി ഓർ ഷീ ഈസ് ദ ചീഫ് സ്പോക്ക് പേഴ്സൺ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ദ പാർലമെൻറ്റ്. അതായത് ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കുന്നതും ഗവൺമെൻറ്റിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുന്നത്, അതായത് ഗവൺമെൻറ് പോളിസി എന്താണെന്ന് പറയുന്നതും ആരായിരിക്കും പറയുന്നത്? ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത്, ഹി ഓർ ഷീ കംസ് ടു ദ റെസ്ക്യൂ ഓഫ് അതർ മിനിസ്റ്റേഴ്സ് ഇൻ ദ പാർലമെൻറ്റ് ഇഫ് ആൻഡ് വെൻ ദേ ആർ ഇൻ ഡിഫിക്കൽറ്റി ബൈ ബീങ് അറ്റാക്ക്ഡ് ബൈ ദ ഒപ്പോസിഷൻ ബെഞ്ചസ് ഇൻ ദ ഹൗസസ്. അതായത് ഇപ്പോൾ ഒരു മിനിസ്റ്റർക്കെതിരെ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണമൊക്കെ ഉയരുന്നു. അപ്പോൾ അഴിമതി ആരോപണമൊക്കെ ഉയരുമ്പോൾ അതിനെതിരെ ഒപ്പോസിഷൻ ലീഡേഴ്സ് നല്ലതായിട്ട് അവർക്കെതിരെ നല്ല ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കും. അപ്പോൾ ഈ മിനിസ്റ്ററിന് മറുപടി പറയാൻ പറ്റാതെ വരുന്ന സാഹചര്യമൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ആരാണ് ആ മിനിസ്റ്ററിനെ സഹായിക്കേണ്ടത്? പ്രൈം മിനിസ്റ്ററാണ് സഹായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആണ് അവരെയൊക്കെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കേണ്ടത് നന്നായിട്ട്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത്, ഇഫ് ദർ ഈസ് എ ഹീറ്റഡ് ഡിബേറ്റ് ഇൻ ദ ഹൗസ്, ദ മാറ്റർ ഈസ് ജനറലി റിസോൾവ്ഡ് വിത്ത് ദ ഇൻ്റർവെൻഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഇപ്പോൾ ഒരു നല്ലൊരു ഡിബേറ്റ് നടക്കുകയാണ്. ഓക്കെ, നല്ല അടിയും വഴക്കായിട്ടൊക്കെ ഒരു ഡിബേറ്റ് നടക്കുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റർ റിസോൾവ് ചെയ്യാൻ ആരിടപെടണം എന്നാണ് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ ഇടപെടണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത്, ആസ് വി ഹാവ് ആൾറെഡി നോട്ടഡ്, ദ സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് ആർ സമ്മൺഡ് ആൻഡ് പ്രൊറോഗ്ഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റിൽ നടക്കുന്ന സെഷനുകളുടെ ഒക്കെ തീർപ്പാക്കുന്നതും അതൊക്കെ പ്രൊരോഗ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? പ്രസിഡൻ്റാണ്. പക്ഷേ പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് മുഖേനയായിരിക്കണം പ്രസിഡൻറ്റിന് അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് പാർലമെൻറ്റിലുള്ള അധികാരങ്ങളാണ് ഞാൻ ഇത്രയും നാൾ പറഞ്ഞത്. അടുത്ത നോക്കെ, ഇൻ റിലേഷൻ ടു അതർ മാറ്റേഴ്സ്, അതായത് പ്രൈം മിനിസ്റ്റർക്കുള്ള അതർ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രൈം മിനിസ്റ്റർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫ്രെയിമിംഗ് ദ നാഷണൽ പോളിസീസ്. നാഷണൽ പോളിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ആർക്കാണ്? പ്രൈം മിനിസ്റ്റർക്കാണ്. അടുത്ത പോയിന്റ്, ഹി ഓർ ഷീ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ കൺട്രോളിംഗ് ദ ഫിനാൻസ് ഓഫ് ദ കൺട്രി ആൻഡ് എക്സ്റ്റെൻഡ്സ് യൂസ്ഫുൾ അഡ്വൈസ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ദ ആനുവൽ ബഡ്ജറ്റ് ഓഫ് ദ നേഷൻ. ഹി ഓർ ഷീ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ കൺട്രോൾ. അപ്പോൾ ആനുവൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലും ഓക്കെ, ഓരോ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഫിനാൻസ് പരമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർക്ക് മാത്രമേ, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഈ നോട്ടൊക്കെ നിരോധിച്ച ഇതില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആരാണ്? അതൊക്കെ വൈറ്റൽ റോള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൈം മിനിസ്റ്ററിനാണ് പോകുന്നത്. ഓക്കെ, ഹി ഓർ ഷീ ഈസ് ദ ചെയർമാൻ ഓഫ് നീതി ആയോഗ്, വിച്ച് ഈസ് ദ പ്രീമിയർ പോളിസി ടാങ്ക് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഈ ഗവൺമെൻറ് പദ്ധതികൾ നടപ്പാക്കും. അതായത് ഓരോ പാലങ്ങളും റോഡുകളും ഡാമുകളൊക്കെ പണിയും. അപ്പോൾ അതൊക്കെ ഏത് മുഖേനയാണ് പണിയുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വിവിധ പദ്ധതികൾ നടപ്പായിക്കൊണ്ടിരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം, കഴിഞ്ഞ ഗവൺമെൻറ് NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നു. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഘടനയല്ല, ഒരു കമ്മീഷൻ കൊണ്ടുവന്നു. ഓക്കെ, അതിനെയാണ് നീതി ആയോഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൊണ്ടുവന്നു.
അപ്പോൾ വിച്ച് ഈസ് ദ പ്രീമിയർ പോളിസി അതാണ്. അപ്പോൾ ആ ഒരു നീതി ആയോഗാണ് എന്ത് നടപ്പാക്കുന്നത്, ഇന്ത്യയിലെ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നത്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ റെപ്രസെൻറ്റ് ഇന്ത്യ ഇൻ റിലേഷൻ ടു ദ അതർ നേഷൻസ് ഓഫ് ദ വേൾഡ്. ഹി പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൺട്രീസ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. അതായത് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ണി ആരാണ്, പ്രൈം മിനിസ്റ്ററാണ്. കാരണം ഇന്ത്യയുടെ അതായത് ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകും. എന്തിനാണ് പോകുന്നത്, അവരുടെ കരാർ ഒപ്പിടാനും അല്ലെങ്കിൽ അവരുടെ നിന്ന് നമ്മുടെ നല്ല ഡിഫെൻസീവ് വെപ്പൺസൊക്കെ മേടിക്കാനൊക്കെ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രേഡ് നടത്താനൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം വളർത്തുന്നതിനാണ് പ്രൈം മിനിസ്റ്ററും പ്രസിഡൻ്റൊക്കെ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. ഇത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്, പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ മോദി ഒരുപാട് രാജ്യത്ത് പോയത് നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് കൈകാര്യം ചെയ്യേണ്ടത് ആര് തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഓക്കെ, അടുത്ത പറയുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ആണ്. എന്താണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? ദ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കളക്റ്റീവ് responsibility of the minister. The principle of collective responsibility means that Council of Ministers is a single body is responsible to the Lok Sabha for the general conduct of affairs of the government. As stated earlier in this chapter, important policy decisions are taken by the cabinet which are binding upon the cabinet ministers. അതായത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് ആയിരിക്കും. അതായത് ഈ ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവർക്കും എന്താണ്, ബാധകമാണ്. അതായത് ഒരു ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാവർക്കും കൂടിയായിരിക്കും. അതായത് പ്രൈം മിനിസ്റ്ററും ഒരു തീരുമാനം പറഞ്ഞു, ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ വോട്ട് ചെയ്ത് തീരുമാനം നടപ്പാക്കും. ക്യാബിനറ്റിനകത്ത് വോട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ക്യാബിനറ്റിൽ മിനിസ്റ്റേഴ്സ് എല്ലാം അപ്രൂവ് ചെയ്ത് ആ തീരുമാനം നടപ്പാക്കും. ഈ പദ്ധതി എന്തെങ്കിലും പാളിപ്പോയാലോ പദ്ധതി വിജയിച്ചാലോ ഇതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെ ആയിരിക്കും, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരെടുക്കുന്ന ഡിസിഷൻ വളരെ കറക്റ്റായിരിക്കണം. എല്ലാ കോസ്റ്റിലും അത് വളരെ ഇമ്പോർട്ടൻറ്റും ആയിരിക്കണം. എന്തെങ്കിലും ഒരു ഡിസിഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ എന്താണ്, ഒരു മന്ത്രിയൊക്കെ രാജിവെക്കേണ്ടി വരും എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഫണ്ട് വിനിയോഗത്തിലൊക്കെയുള്ള പിഴയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മന്ത്രി തന്നെ രാജിവെക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പഴി ആര് കേൾക്കേണ്ടി വരും, നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കേൾക്കേണ്ടി വരും. അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാർലമെൻറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. Our constitution, by providing for collective responsibility of the ministers to the Lok Sabha, has established the principle that all ministers work as a team. ഓക്കെ, ഒരു ടീമായിട്ട് തന്നെയായിരിക്കും ആര് വർക്ക് ചെയ്യേണ്ടത്, ഈ എന്താണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വർക്ക് ചെയ്യേണ്ടത്. ഇഫ് എ വോട്ട് ഓഫ് നോ കോൺഫിഡൻസ് ഓർ എ സെൻഷ്യൽ മോഷൻ ഈസ് പാസ്ഡ് അഗെയിൻസ്റ്റ് വൺ മിനിസ്റ്റർ, ദ ഹോൾ മിനിസ്റ്റീരിയൽ ടീം ഹാസ് ടു റിസൈൻ ആൾ ടുഗദർ. അതായത് ഒരു മിനിസ്റ്റർക്കെതിരെ ഒരു ഒപ്പോസിഷൻ പാർട്ടി നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നു. നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് വോട്ടെടുപ്പ് നടക്കുമല്ലോ. വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒപ്പോസിഷൻ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയാൽ, അതായത് ഗവൺമെൻറ്റിന് മെജോറിറ്റി ഓഫ് വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാവുകയും ഗവൺമെൻറ് തന്നെ രാജിവെക്കേണ്ടി വരും. അപ്പോൾ ഒരു മന്ത്രിക്കെതിരെ നോ കോൺഫിഡൻസ് പ്രയോഗിച്ചാലും മന്ത്രിസഭ ഉൾപ്പെടെ താഴെ പോകും. ഓക്കെ, അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ പ്രൈം മിനിസ്റ്റർ രാജിവെക്കേണ്ടി വരും. പ്രൈം മിനിസ്റ്റർ രാജിവെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, രാജിവെക്കേണ്ടി വരും. അപ്പോൾ അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലോക് സഭ ഈവൻ ഇഫ് സം മിനിസ്റ്റേഴ്സ് മേ ബി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. ദ ടേം ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വിൽ ഓഫ് ദ പാർലമെൻറ്റ്, ദ ലോക് സഭ ഇൻ പർട്ടിക്കുലർ. അതത്രേ ഉള്ളൂ. ഇപ്പം ഒരാൾ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഇപ്പം ലോക്സഭയിൽ അംഗീകരിക്കാം, രാജ്യസഭയിൽ അംഗീകരിക്കാം. അപ്പം ഏത് അംഗമായാലും രാജ്യസഭയിൽ പരാജയം നേരിട്ടാലും എന്ത് ചെയ്യണം, രാജിവെച്ചേ പറ്റൂ. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ രാജിവെക്കണം. അപ്പോൾ അവിടെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്ററായിട്ട് അതിൻ്റെ താഴെ കുറച്ച് മിനിസ്റ്റേഴ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് വൈസ്. ഓക്കെ, ദ പാർലമെൻറ്റ് ക്യാൻ എക്സസൈസ് ഇറ്റ്സ് കൺട്രോൾ ഓവർ ദ യൂണിയൻ മിനിസ്റ്റേഴ്സ്. അപ്പോൾ പാർലമെൻറ്റിന് എന്തുണ്ട്, യൂണിയൻ മിനിസ്റ്റേഴ്സിന് എന്തുണ്ട്, ഒരു കൺട്രോളുണ്ട്. ഓക്കെ, പാർലമെൻറ്റിലെ മെമ്പേഴ്സിന് യൂണിയൻ മിനിസ്റ്റർ മേൽ എന്തുണ്ട്, ഒരു കൺട്രോളുണ്ട്.
Besides moving a vote of no confidence, the members of the parliament can ask questions regarding administrative policies followed by the ministers. അതായത് ഒരു മിനിസ്റ്റർക്കെതിരെ എന്തൊരു അഴിമതി ആരോപണം ഉയർന്നു. അപ്പോൾ എന്താണ് നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുമല്ലോ ഒപ്പോസിഷൻ. അപ്പോൾ നോ കോൺഫിഡൻസ് മോഷൻ അവതരിക്കുന്നതിന് മുമ്പായിട്ട് ഈ മന്ത്രിമാരോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസെ പറ്റി എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നൊക്കെ എന്താണ് ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിന് ആ മന്ത്രിയോട് ചോദിക്കാം. As we have noted earlier that this power of the member of parliament is called right of interpellation. അതായത് ഇങ്ങനെ ചോദിക്കാനുള്ള ഈ ഒരു അവകാശത്തെയാണ്, ഈ ഒരു മെമ്പറിൻ്റെ അവകാശത്തെയാണ് റൈറ്റ് ഓഫ് ഇൻ്റർപെലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചോദിച്ചു, മന്ത്രിയൊക്കെ അതിന് ഉത്തരം കൊടുത്തു. അങ്ങനെ ഉത്തരത്തിനകത്ത് എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഉത്തരം അവർക്ക് സംതൃപ്തി നൽകിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ കോൺഫറൻസ് മോഷൻ എന്താണ് അവതരിപ്പിക്കാം. ഓക്കെ, ദിസ് റൈറ്റ് ranges from the matters of vital importance like the foreign policy towards Arab states to matters like considering of a complaint from a citizens furthermore. അപ്പോൾ ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത് എന്താണ്, ചോദ്യങ്ങൾക്കൊരു ലിമിറ്റൊന്നുമില്ല. കാരണം ഏത് ചോദ്യങ്ങളാണെന്ന് ചോദിക്കാം. അതായത് ഫോറിൻ പോളിസിയെ പറ്റി ചോദിക്കാം, ഡിഫൻസിനെ പറ്റി ചോദിക്കാം, അതുപോലെ സിറ്റിസൺസിൻ്റെ അവകാശത്തെ പറ്റി ചോദിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അത് ചോദിക്കാം. മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ക്യാൻ move adjournment motion which are request to postpone the proceedings of the house for the time being to take up the issue raised by the members in that motion. If such a motion is accepted by the speaker, the minister concerned is obliged to answer the question raised by the motion. അതായത് എന്താണ് ഒരു മെമ്പറിന് അഡ്ജോൺമെൻറ്റ് മോഷൻ അവതരിപ്പിക്കാൻ ഞാൻ പറഞ്ഞു. അഡ്ജോൺമെൻറ്റ് മോഷൻ എന്താണ്, ഇപ്പോൾ നടക്കുന്ന പ്രൊസീഡിങ്സ് എല്ലാം നിർത്തിവെച്ചിട്ട് ഒരു എമർജൻസി സിറ്റുവേഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അഡ്ജോൺമെൻറ്റ് മോഷൻ നടക്കുന്നത്. ഓക്കെ, ഇപ്പം ഒരു വാർ നടക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രളയം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വരുന്നു. അപ്പം പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചിട്ട് ഈ നാച്ചുറൽ കലാമിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊരു മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സ്പീക്കർ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയാണ് അല്ലെങ്കിൽ മിനിസ്റ്ററാണ് അതിൻ്റെ ഉത്തരം നൽകേണ്ടത്. ഓക്കെ, ഏത് മന്ത്രിയുടെ അടുത്താണോ ആ മോഷൻ അവതരിപ്പിച്ചത് ആ മന്ത്രിയാണ് ഉത്തരം നൽകേണ്ടത്. ഓക്കെ, അതാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെമ്പർ ഓഫ് ക്യാബിനറ്റ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കൂടാതെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ക്യാബിനറ്റിന് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ നോക്കുന്നത്. Besides the collective responsibility of the Council of Ministers, each minister is responsible to the Parliament for the department under his care. Okay, members of the Parliament can question the ministers regarding matters concerning their departments. അതായത് ഓരോ മിനിസ്റ്റർക്ക് ഓരോ പോർട്ട്ഫോളിയോസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ എന്ത് കൊടുക്കാൻ പറ്റും, അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ആർക്ക് ചോദിക്കാൻ പറ്റും? മെമ്പേഴ്സിന് ചോദിക്കാൻ പറ്റും. അവരുടെ ഇപ്പം ഫോറിൻ അഫയേഴ്സിനെ കുറിച്ചാണ് ചോദിക്കുകയാണെങ്കിൽ ഫോറിൻ മിനിസ്റ്ററോട് ചോദിക്കണം, അല്ലാതെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫോറിൻ മിനിസ്റ്റർ തന്നെ ആയിരിക്കണം അതിന് ആൻസർ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുള്ള അറിവൊക്കെ ആർക്കുണ്ടായിരിക്കണം? മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. തെറ്റൊന്നും പറയാൻ പാടില്ല പാർലമെൻറ്റിനകത്ത്. Ministers are obliged to answer such questions, and then ministers are responsible for actions or negligence of their respective departments. On a number of occasions, ministers resigned their post, admitting their moral responsibility for actions of their departments. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഫോറിൻ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് എന്തെങ്കിലും ഒരു കള്ളക്കടത്തോ അങ്ങനെയൊക്കെ നടന്നു. അത് പിടിക്കപ്പെട്ടപ്പോൾ എന്താണ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി പരിഗണിച്ചുകൊണ്ട് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ചില മോറൽ ആക്ഷനൊക്കെ എടുത്ത് രാജിവെക്കുന്നു, റിസൈൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്? അപ്പോൾ അങ്ങനെ രാജിവെക്കുമ്പോൾ കൗൺസിൽ മൊത്തം രാജിവെക്കണ്ട, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മൊത്തം രാജിവെക്കണ്ട. ഓക്കെ, അതായത് അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ചില മോറൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ പരിഗണിച്ച് അവർ രാജിവെച്ച് പോകുന്നു. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ക്യാബിനറ്റ് ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതായത് ക്യാബിനറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഒന്നല്ല. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ബിഫോർ ദ 44th Constitution Amendment Act of 1917 was promulgated, there had been no mention of the word cabinet in the Constitution. അതായത് 1979 മുമ്പ് വരെ ക്യാബിനറ്റ് എന്നൊരു വാക്ക് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിലായിരുന്നു. ഒറിജിനലി ദ കോൺസ്റ്റിറ്റ്യൂഷൻ റെഫർഡ് ഉള്ളി ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മാത്രമായിരുന്നു ഉള്ളത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നുള്ള ടേം മാത്രമായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത്. ദ 44th Amendment Act provided that the President would not issue a proclamation of the national emergency unless the decision of the Union Cabinet.
ഓക്കെ, അതായത് യൂണിയൻ ക്യാബിനറ്റിന് തീരുമാനം ഇല്ലാതെ ഒരിക്കലും പ്രസിഡന്റ് എന്ത് പ്രഖ്യാപിക്കാൻ പാടില്ല? നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാൻ പാടില്ല. ദാറ്റ് സച്ച് എ പ്രൊക്ലമേഷൻ മൈറ്റ് ബി ഇഷ്യൂഡ് ഹാഡ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് ടു ഹിം ഓർ ഹെർ റൈറ്റിംഗ്. ഓക്കെ, ആഫ്റ്റർ ദിസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ക്യാബിനറ്റ് ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബിക്കം എവിഡൻറ്റ്. അതായത് ഒരു ക്യാബിനറ്റ് ചേർന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഓക്കെ, അല്ലാതെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ ക്യാബിനറ്റ് റാങ്കുള്ള മിനിസ്റ്ററാണ് സത്യം പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നത്? ക്യാബിനറ്റായിട്ട് മാറുന്നത്. ഓക്കെ, അതായത് ആ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷിയുള്ള മിനിസ്റ്റേഴ്സിൻ്റെ കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? ക്യാബിനറ്റ് എന്ന് പറയുന്നത്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സും എല്ലാവരും വരും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സും ഡെപ്യൂട്ടി മിനിസ്റ്റർ എല്ലാവരും വരുന്നതാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പക്ഷേ ക്യാബിനറ്റിനകത്തുള്ള മിനിസ്റ്റേഴ്സ് വേറെ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഡിഫറൻസ് എന്ന് നോക്കാം. അവരുടെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. Okay, the Council of Ministers consists of all the three categories of minister: Cabinet Minister, Minister of State and Deputy Ministers. The Cabinet consists of a small group of senior ministers. All Cabinet Ministers are the members of the Council of Ministers, while all Ministers are not members of Cabinet. അതായത് Council of Ministers എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ചേരും: ക്യാബിനറ്റ് മിനിസ്റ്റർ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ. അതിനകത്ത് ക്യാബിനറ്റ് മിനിസ്റ്റർക്ക് എന്ത് മാത്രമാണ്? ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സീനിയർ മോസ്റ്റ് മിനിസ്റ്ററാണ്. ഓക്കെ, പക്ഷേ അവർക്കാണ് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം. മറ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് തന്നെയാണ്, പക്ഷേ അവർക്ക് ക്യാബിനറ്റിന് അധികാരമില്ല. ഓക്കെ, ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചേർന്നുള്ള യോഗങ്ങളൊക്കെ നിങ്ങൾ കാണാറല്ലേ? അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിനകത്ത് പോയിരിക്കാൻ പറ്റത്തില്ല. അത് ക്യാബിനറ്റാണ്. ഓക്കെ, അത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് മാത്രമേ അങ്ങനെയുള്ളൊരു യോഗം ചേരാൻ പറ്റൂ, മീറ്റിംഗ് ചേരാൻ പറ്റൂ. അതാണ് മിനിസ്റ്ററുടെ മീറ്റിംഗ് നിങ്ങൾ കേട്ടില്ലേ? അതാണ് ക്യാബിനറ്റ് മിനിസ്റ്ററുടെ മീറ്റിംഗ് ആണത്. അടുത്ത, ദ ക്യാബിനറ്റ് മീറ്റ്സ് ആസ് എ ബോഡി പീരിയോഡിക്കലി ടു ഷേപ്പ് ദ നാഷണൽ പോളിസീസ് ആൻഡ് ട്രാൻസാക്ട് ഗവൺമെൻറ് ബിസിനസ്. അപ്പം ക്യാബിനറ്റ് എന്താണ്? ക്യാബിനറ്റ് പലപ്പോഴും പീരിയോഡിക്കലായിട്ട് ചേരാറുണ്ട്. ഓക്കെ, മാസത്തിൽ 1-2 തവണയൊക്കെ ചേരാറുണ്ട് ക്യാബിനറ്റ്. അവിടെ വെച്ചിട്ടാണ് നാഷണൽ പോളിസീസിലുള്ള പോളിസീസൊക്കെ എന്താണ് മേക്ക് ചെയ്യുന്നതും ഇനിയുള്ള എന്തൊക്കെ പദ്ധതികൾ വേണം എന്ന് മേക്ക് ചെയ്യുന്നതും അതിനകത്താണ്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഡസ് നോട്ട് മീറ്റ് ആസ് എ ബോഡി ടു ട്രാൻസാക്ട് എനി ഗവൺമെൻറ് ബിസിനസ്. ദ ക്യാബിനറ്റ് മേ ഇൻഫോം ദ റെസ്റ്റ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. അതായത് ക്യാബിനറ്റിനെടുത്ത തീരുമാനങ്ങൾ മറ്റ് മിനിസ്റ്ററുടെ, അതായത് മറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സില്ലേ, അവരെ എന്ത് ചെയ്യുന്നു? അറിയിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് അവർ അത് അറിയുന്നത്. ഓക്കെ, ദ പ്രൈം മിനിസ്റ്റർ ആൾവേസ് കൺസൾട്ട്സ് ദ ക്യാബിനറ്റ് വൈൽ ഹി ഓർ ഷീ മേ നോട്ട് കൺസൾട്ട് ദ അതർ മിനിസ്റ്റേഴ്സ് ബിഫോർ ടേക്കിംഗ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അപ്പോൾ ക്യാബിനറ്റിനെ എന്ത് ചെയ്യുന്നു? ഇപ്പം ക്യാബിനറ്റിന് ഒരു പദ്ധതി നടപ്പാക്കണം, ഒരു രാജ്യത്തൊരു പദ്ധതി നടപ്പാക്കണം. അപ്പോൾ അത് നടപ്പാക്കുന്നതിന് മുമ്പായിട്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു? അവരെ കൺസൾട്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര നല്ല കാര്യമാവും എന്നൊക്കെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു? ആ ക്യാബിനറ്റിനെ കൺസൾട്ട് ചെയ്യുന്നു. അതിനനുസരിച്ചാണ് എന്താണ് ഇമ്പോർട്ടൻ്റ് ഡിസിഷൻസ് അവർ മേക്ക് ചെയ്യുന്നത്. അടുത്ത, ക്യാബിനറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടി ലീഡേഴ്സ് ഹോൾഡിംഗ് ഇമ്പോർട്ടൻ്റ് പോർട്ട്ഫോളിയോസ് കാൾഡ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അതർ മിനിസ്റ്റേഴ്സ് പ്ലേ എ സെക്കൻഡറി റോൾ ഇൻ ദീസ് വേരിയസ് മിനിസ്റ്റേഴ്സ്. അതായത് നമ്മൾ മിനിസ്റ്റർ എന്ന് വിളിക്കുന്നെങ്കിലും ക്യാബിനറ്റ് മിനിസ്റ്ററാണ് ഏറ്റവും യഥാർത്ഥ മിനിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർട്ട്ഫോളിയോ ഇരിക്കുന്ന മിനിസ്റ്ററാണ് ക്യാബിനറ്റ് മിനിസ്റ്റർ. നമ്മൾ മിനിസ്റ്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും സബ് മിനിസ്ട്രീസാണ്, സെക്കൻഡറി റോളാണ് വഹിക്കുന്നത്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനകത്ത് ഡെപ്യൂട്ടി മിനിസ്റ്ററൊക്കെ എന്താണ്? സെക്കൻഡറി മിനിസ്റ്റർ പോലാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, ക്യാബിനറ്റ് ടേക്സ് ഓവർ ദ ഫങ്ഷൻസ് അസൈൻഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്തുണ്ട്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേക്കുന്ന ഫങ്ഷൻസിനനുസരിച്ചായിരിക്കും ആര് വർക്ക് ചെയ്യുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്വൈസിങ് ദ പ്രസിഡൻറ്റ്, ബട്ട് അറ്റ് പ്രസൻറ്റ് ദിസ് ഫങ്ഷൻ ഈസ് എക്സൈസ്ഡ് ബൈ ദ ക്യാബിനറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എല്ലാം കൂടെ കൂടി ചേർന്നത് പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇന്ന് അതില്ല. ഇന്ന് ഓരോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ല അഡ്വൈസ് ചെയ്യുന്നത്, ക്യാബിനറ്റാണ് എന്ത് ചെയ്യുന്നത്? അഡ്വൈസ് ചെയ്യുന്നത്. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-12 മിനിസ്റ്റേഴ്സ് മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ആ ക്യാബിനറ്റിന് മാത്രമാണ് പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള പദവി. അല്ലാതെ ചെറിയ മന്ത്രിമാർക്കൊന്നും പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള ഒരു ഇതില്ല. അടുത്ത, ദ ക്യാബിനറ്റ് ഹാസ് നൗ ബിക്കം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ
with its own organization. There is a separate cabinet secretariat which maintains records of the decisions taken by the cabinet and prepares reports in regard to follow-up actions. ഓക്കെ, അതായത് ക്യാബിനറ്റിന് വേണ്ടി സെപ്പറേറ്റ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ഒക്കെ ഉണ്ട്. ആ സെക്രട്ടേറിയറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, റെക്കോർഡ്സും അതിൻ്റെ ഡിസിഷൻസൊക്കെ സൂക്ഷിക്കുന്നതും അതൊക്കെ ഫോളോ അപ്പിങ് ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നതും ആ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് ആയിരിക്കും. The cabinet secretary holds periodic meetings with the secretaries of various ministries in order to sort out the inter-ministerial problems which crop up from time to time. അതായത് ഓരോ മന്ത്രിമാർക്കും അല്ലെങ്കിൽ ഓരോ വകുപ്പിനും ഓരോ സെക്രട്ടറിമാരുണ്ട്. അതായത് ഇപ്പം ഫിനാൻസ് സെക്രട്ടറി ഉണ്ട്, ഡിഫൻസ് സെക്രട്ടറി ഉണ്ട്, അതുപോലെ ഓരോ സെക്രട്ടറീസ് ഉണ്ട്. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റ് സെക്രട്ടറി എന്ത് ചെയ്യുന്നു, മറ്റുള്ള വകുപ്പുകളുടെ സെക്രട്ടറിമാരെല്ലാം വിളിച്ചിരുത്തി എന്ത് ചെയ്യുന്നു, അവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അതായത് ചില വകുപ്പുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് കാണുമല്ലോ. ഓക്കെ, ഇപ്പം ഒരു ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വകുപ്പും തമ്മിലൊക്കെയുള്ള ചില ഡിസ്പ്യൂട്ട്സൊക്കെ കാണും. അപ്പോൾ ആ ഡിസ്പ്യൂട്ട്സൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ പ്രോബ്ലങ്ങളൊക്കെ പരിഹരിക്കുന്ന ആരാണ്, ഈ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റാണ്. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഓക്കെ, ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ച് കൂട്ടുന്ന ആ ഒരു മീറ്റിംഗാണ് ഈ ഒരു പ്രോബ്ലങ്ങളൊക്കെ പരിഹരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാബിനറ്റും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ പഠിച്ചു, ക്യാബിനറ്റ് എന്താണെന്ന് പഠിച്ചു, പവർ ഓഫ് ദ ക്യാബിനറ്റ് പഠിച്ചു, പ്രൈം മിനിസ്റ്ററിനെ പഠിച്ചു, പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ പഠിച്ചു. ഓക്കെ, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ക്യാബിനറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നോട്ടെന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ ഈ പാഠത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിക്കുക. താങ്ക്സ്.